അനേകം വൈവിധ്യപൂർണമായ സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും അയ്യപ്പനുമായി ബന്ധപ്പെട്ടുണ്ട്. പല ചരിത്ര പഠനങ്ങളും, ഉദാഹരണത്തിന് എലീസ കെന്റ്, റൂത്ത് വനീറ്റ തുടങ്ങിയവരുടെ പഠനങ്ങളിൽ അയ്യപ്പൻ ദ്രാവിഡ ഗോത്ര തലവനെ ശിവമോഹിനി സംഗമവുമായി ബന്ധപ്പെടുത്തി ഉത്ഭവിച്ച സങ്കല്പമാണ്. അതായത് തമിഴ്, തെലുങ്ക്, കന്നഡ ഭക്തർക്കും മറ്റും അയ്യപ്പൻ ഗീതാസങ്കല്പത്തിലോ മറ്റ് വൈഷ്ണവ സങ്കല്പത്തിലോ വരുന്ന ദൈവമല്ല. അവരെയെല്ലാം വിളിച്ചു വരുത്തി നടത്തിയ അയ്യപ്പ സംഗമത്തിൽ ഗീതാസങ്കല്പം അവതരിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ തെറ്റാണ്. അയ്യപ്പനെ മതത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമത്തിന് മുഖ്യമന്ത്രി തന്നെ നൽകിയ വെട്ട് എന്നേ അതിനെ വിശേഷിപ്പിക്കാനാകും. ഒടുവിൽ നേരത്തെ പറഞ്ഞല്ലോ, ഗീതാസങ്കല്പം ഉദ്ധരിച്ചത് ആരെയെങ്കിലും സന്തോഷിപ്പിക്കുമായിരുന്നുവെങ്കിൽ അത് ആ വേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ ആകുമായിരുന്നു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ. ഗീതാസങ്കല്പത്തിലെ യഥാർത്ഥ ഭക്തൻ, കൃഷ്ണന്റെ പ്രിയ ഭക്തൻ യോഗിയാണ്. ജാതി വ്യവസ്ഥ നിർദ്ദേശിക്കുന്ന ഹിംസയുടെ വക്താവ്. വരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഈ പ്രമുഖന്റെ ആശംസ അവിടെ ദേവസ്വം മന്ത്രി വായിച്ചതും എന്തുകൊണ്ടും ഉചിതമായി. ധർമ്മത്തിന്റെ ദൈവിക സംരക്ഷകനാണല്ലോ അയ്യപ്പൻ എന്നൊരു വാചകം മന്ത്രി വാസവനെ പുളകം കൊള്ളിച്ച ആ ആശംസയിലുണ്ട്. പുതിയൊരു ഹിറ്റ് സിനിമാ പാട്ടിന്റെ ഈണത്തിൽ ചോദിച്ചാൽ ഏത് ധർമ്മം? ഹിന്ദുധർമ്മം എന്ന് പറയേണ്ടി വരും.